ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാളയംകുടം പഴമില്ലാതെ ഞാലിപ്പൂവൻ പഴം വെച്ച് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരി എടുത്തേക്കുന്നത്. പച്ചരിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക കേട്ടോ. ഈ കഴുകിയ പച്ചരിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ പച്ചരി കുതിർക്കാൻ വയ്ക്കാം. ഇവിടെ 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 കിലോ ശർക്കര, കറുത്ത ശർക്കര എടുത്തേക്കുന്നത്. വെള്ള ശർക്കര എടുത്താൽ ഉണ്ണിയപ്പത്തിന് കളർ കാണത്തില്ല. ഞാൻ കറുത്ത ശർക്കര എടുത്തേക്കുന്നത്. കറുത്ത ശർക്കര ചെറുതായിട്ട് പൊടിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുമ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞ് ഒന്ന് പാനിയായി കാണും. ഇതിന് തണുത്തതിന് ശേഷം അരിച്ച് വേണം അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ കുതിരാൻ വെച്ച പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇടുക. ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനിയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ പാനിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇവിടെ ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ 3 പഴം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ കുറച്ച് സോഡാപ്പൊടി, ഞാൻ 1/2 സ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ചിലർ ഗോതമ്പ് പൊടി ചേർക്കും, ഞാൻ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സിയിലോട്ട് അരച്ചെടുക്കുക. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് തേങ്ങ ചെറുതായിട്ട് മുറിച്ച കഷ്ണങ്ങളാക്കിയത് നെയ്യിൽ വറുത്ത് ഈ അരച്ച് വെച്ച മാവിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം ആ നെയ്യെല്ലാം ആ മാവിലോട്ട് മിക്സ് ആവണം. അതിനുശേഷം ഇനിയിപ്പോൾ രാത്രി മാവ് ഉണ്ടാക്കി വെച്ച് രാവിലെയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോഴും മാവ് നന്നായിട്ട് പുളിച്ചിരിക്കും. പിന്നെ ഉണ്ണിയപ്പ ചട്ടി വയ്ക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ആ പാനിൽ നിറച്ചും ഓയിൽ ഒഴിക്കുക. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം ഓരോ കുഴിയിലും ഇതേപോലെ മാവ് ഒഴിച്ച് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം ചൂടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ആ ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം ചൂടാനായിട്ട്. അങ്ങനെ 2 സൈഡും തിരിച്ചിട്ട് ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഉള്ളു നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പിയാണ്. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതേപോലെ ഉള്ളു നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പാളയംകുടം പഴമില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഞാലിപ്പൂവൻ കിട്ടിയാലും നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്